ചങ്ങായിമാരെ എന്തൊക്കെ വർത്താനം എല്ലാവരും സുഖമല്ലേ? അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ വന്നിരിക്കണം. ഫുള്ള് കണ്ടത് JCB ഇറ്റാച്ചിന്നൊക്കെ പറയുമ്പോൾ ആ രണ്ട് ലിവർമോ ഇങ്ങനെ ആട്ടിയിരുന്നാൽ മതി എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇങ്ങനെ ഓരോ ഇടങ്ങാറടിച്ച പണി തലയിൽക്കിടത്ത് വരും. ഇത് നമ്മളെ ഹൈവേൻ്റെ വർക്കാണ്. മഴ വരാൻ പോകല്ലേ, അപ്പോൾ റോഡിൽ കൂടി വെള്ളം പോകാതെ സൈഡിൽ കൂടി ഒഴുകി പോകാനൊരു ചാല് കയറാനുള്ള ടെൻഡർ നമ്മൾ മുത്തപ്പാക്കി വെച്ചിട്ടുണ്ട്. ULCCനൊക്കെ തള്ളിയിട്ട് കാണാണ് ഇപ്പോൾ ടെൻഡർ എടുത്തത്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ തുടങ്ങി വെച്ച് നോക്കുമ്പോൾ പട്ടിൻ്റെ തൊള്ളി കൈയിട്ട മതി. എവിടെയും എവിടെയും തൊടാൻ പറ്റില്ല. കേബിളായിട്ടും പൈപ്പ് ലൈനായിട്ടും അതേപോലെ ജിയോൻ്റെ ഒരു പെട്ടി അവിടെ വന്ന് പെട്ടിക്കണം. ഇനിയിപ്പോൾ അതിനടുത്ത് മാറ്റണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതിനടുത്ത് മാറ്റാതെ ഇപ്പോൾ അവിടെ കറക്റ്റ് വീതി കിട്ടൂല. അപ്പോൾ ഒരു അരടിയോളം കമ്മിൻ്റെന്ന് പറയണം. അപ്പോൾ അത് മാറ്റാതെ അവിടെ കിട്ടൂല എന്ന് പറഞ്ഞിപ്പോൾ മാറ്റാൻ നിൽക്കണം. കണ്ടില്ല നിങ്ങൾ? ആ സൂതിൻ്റെ പണിയാണത്. ഒരു പൈപ്പ് പൊട്ടിച്ചിട്ട് ഇപ്പോൾ അവിടെ വെള്ളം കെട്ടി നിർത്തിക്കണം. താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ വലയും. എന്താ നമ്മളെ മുത്തുമണി അവിടെ കിടക്കണ്ടല്ലേ, ദേശാടനം അത് കണ്ടോളി. അപ്പോൾ എന്തായാലും കയറെടുക്കണമല്ലോ ബംഗാളി. അതിൻ്റെ മേലെ കറുത്ത കുപ്പായിട്ട് കണ്ട് ഇങ്ങനെ ചൊറിയണില്ലേ ഓൻ കടകൾ ഓൻ ചൂണ്ടില്ലേ. ഓനെ പറ്റി പറഞ്ഞപ്പോൾ ഇങ്ങനെ ചൂണ്ടി. ഓനാണ് ഈ പണി മൊത്തം കൊളാക്കുന്ന ആൾ. ഓൻ്റെ വിചാരവും വലിയ എഞ്ചിനീയറാണ്. ഇത് നമ്മളൊരു ഐഡിയ പറഞ്ഞ പോലെ കേൾക്കൂല. എന്നിട്ട് പിന്നെ രണ്ടാം മണി ആക്കും. അതുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ ഇനി എന്തൊക്കെ അവിടെ തൊയ്യുന്നുണ്ടോ. ഓനൊരു ഭാഗത്തിരുന്നാൽ മതി. ഒരു ഭാഗത്തിരുന്നാൽ തന്നെ പണിയൊക്കെ നന്നാവും. ഇത് പാരാ, ഇത് വേറൊരു ചങ്ങായി. എന്താ അയാൾ കാട്ടാൻ പോകുന്നത്? കൈക്കോട്ടെടുത്താണ് കൊത്തല്ലേ ഞാൻ തലയിൽ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ ഉണ്ടോണ്ട് എടുത്തുകൊണ്ട് അപ്പോഴത്തേക്ക് മാറ്റണം. അതാ കയറൊക്കെ സെറ്റാക്കിയിട്ട് മറ്റേ ഉറങ്ങൽ തുടങ്ങിയോ. ഇതുവരെ കാര്യമാണ് പൈപ്പ് ലൈന് കേബിൾ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ പണികൾ. ഇനിയിപ്പോൾ അതിനെടുത്തുകൊണ്ട് അപ്പുറത്ത് വെക്കാൻ പോകണം. അപ്പോൾ കയറ് ഒട്ടുവനാവും. അപ്പോൾ പണീൻ്റെ സുഖം അറിയണമെങ്കിൽ ഇങ്ങനത്തെ പണികൾ കിട്ടണം. സംഭവം സിമ്പിൾ പണിയുള്ളൂ. ഇടയ്ക്ക് റെസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ പണി എടുക്കുമ്പോൾ ഒരു തൊഴിലുണ്ടാവില്ല. എവിടെയും തൊടാൻ പറ്റില്ല. അതുകൊണ്ട് കേബിളൊക്കെ അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ട്. ഈ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ജോയിൻറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ 5000-6000 കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ ഒരവസ്ഥ. ഇതുവരെ പൊട്ടിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ പൊട്ടിച്ചോ ജിയോൻ്റെ ആൾക്കാരാണ് ഒപ്പമുള്ളത്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഓഹോയ് അത് പോട്ടെ അവിടെ ചെല്ലാം. ഞാൻ അവിടെ എന്തോ പറയാൻ നിൽക്കുന്നുണ്ട്. ഇനി ഒരു മുതലാളി കൂടി വരാണ്ട്, ഒരു ചെളുമ്പ് കൂടി വരാണ്ട്. ഓനെ കാണിച്ചിട്ടുണ്ട് കുറച്ച് ചേട്ടൻ. അപ്പോൾ ഇവിടെ അല്ല. ഓൻ വന്നാൽ ഓൻ്റെ പ്ലാനിങ് അതിലും വലിയ രസമാണ്. ഓനിവിടെ ടാപ്പ് എടുത്ത് അളക്കുന്നുണ്ടാൽ വെള്ളം കണ്ടകൾ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം നല്ല വരുന്നുണ്ട്. അത് എവിടെയൊക്കെ പോകണമെന്നില്ല അറിയില്ല. അതെ കൊടുത്തക്കണം. ആ മുതൽ തക്കണം. ആ ഊരക്കൈ കൊടുത്തക്കണില്ലേ, ആ കള്ളിക്കുപ്പായിട്ടിട്ട്. ഓൻ വേറെ ഓൻ്റെ അടുത്ത് ടാപ്പ് ഉണ്ടാവും. ഓൻ ഇത് നേരെ താങ്ങണം. ഒരു ഇഞ്ച് അങ്ങോട്ടോ പോകാൻ പറ്റുമെന്ന് പറയാം. എന്നിട്ട് എന്താവും, ലാസ്റ്റ് കാര്യത്തോട്ട് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ കൂടുതലേക്കാരം അല്ലെങ്കിൽ കുറവേക്കാരം. അതാണ് അവസ്ഥ. രണ്ടാൾക്കാരുണ്ട്. ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് ഇപ്പോൾ ഡ്രൈവറായിട്ടും പോകുന്നുണ്ട്. ഓനാണ് ഇതിൻ്റെ മെയിൻ. നമ്മളെ മുത്തുപ്പാക്ക് ഓനാണ് ഏൽപ്പിച്ചിട്ടാണ് മേൽനോട്ടം. എന്തായാലും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വർക്കിൻ്റെ അവസ്ഥ. ഭയങ്കര ടാസ്ക്കാണ് ഇത്. ഈ ചുവപ്പ് പായട്ടോൻ പാലക്കാട്ടുകാരല്ലേ, നമ്മളെ സുധിൻ്റെ അവിടെ ഏകദേശം അടുത്തുള്ള തന്നെയാണ്. ഓലിപ്പോൾ ഇവിടെ വന്നിട്ട് പാലക്കാടൻ ഭാഷയിൽ കുറേ അങ്ങോട്ട് കൂടെ തള്ളീന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി പട്ടയും മടക്കിനൊക്കെ ഇട്ടിട്ട് വേണം റോഡ് കൂടി അപ്പുറം പോകാൻ. മുതലാളി പട്ട എടുക്കാൻ കൊണ്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്തിയൊക്കെ ചെയ്തോളൂ. ഇന്ന് അങ്ങനത്തെ ഒക്കെ ഇനിയും കിട്ടും.